ഒരു വശത്ത് താലികെട്ട് മറുവശത്ത് വളഞ്ഞിട്ടടി. ഒരു വശത്ത് മുത്തം വയ്ക്കൽ, മറുവശത്ത് ആക്രോശം. വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പ്രധാനമന്ത്രി മോദി ബൈബിളിനെ ചുംബിക്കുന്നു, മറ്റൊന്ന് ക്രിസ്മസ് അലങ്കാരം അടിച്ചു പൊട്ടിക്കുന്ന ഹിന്ദുത്വ സംഘടനകൾ. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ കണ്ട രണ്ട് വശമുള്ള കാഴ്ച ഇതാണ്, രണ്ട് തരത്തിലുള്ള കാഴ്ച ഇതാണ്. ഇതിൽ ഏതിലാണ് സത്യമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാഴ്ച. കെട്ടിപ്പിടിച്ചിട്ട് മുതുകത്തടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അതാണ് പക്ഷേ ഇപ്പോൾ നടക്കുന്നത്. അണികൾ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കുന്നു. അവരുടെ നേതാവും നമ്മുടെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിലെത്തുന്നു, ബൈബിളിൽ ചുംബിക്കുന്നു, പിതാക്കന്മാരെ വണങ്ങുന്നു, ഏകാഗ്രമായി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ വീഡിയോ സ്വന്തം ക്യാമറ ടീം തന്നെ എടുത്ത് മാധ്യമങ്ങൾക്ക് നൽകുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ട്രംപണ്ണനൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും അല്ലേ? മറുവശത്തോ ഛത്തീസ്ഗഡിൽ ഷോപ്പിംഗ് മാളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർക്കുന്ന ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ. UP ബറേലിയിലാണെങ്കിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ ഹനുമാൻ ചാലിസ ചൊല്ലി പ്രതിഷേധിക്കുന്നു. അപ്പോൾ നേരത്തെ നേതാവ് നടത്തിയ പ്രാർത്ഥനയോ മുത്തം വയ്ക്കലോ അതെന്താ അണികൾക്ക് ബാധകമല്ലേ? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇതാണ് BJPയുടെ ക്രിസ്മസ് ഗിമിക്ക്. ഒരു വശത്ത് സ്നേഹം, മറുവശത്ത് വിദ്വേഷം. പ്രധാനമന്ത്രി ചെയ്യുന്നതാണ് യഥാർത്ഥ BJPisമെന്നും മറ്റേതൊക്കെ വട്ടാണെന്നുമൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർജി പറയുന്നത്. 1.4 ബില്യൺ ഇന്ത്യൻസിലുള്ള ഈ രാജ്യത്തിൽ ചില കാര്യങ്ങളെല്ലാം നടക്കും, ചില വട്ടുള്ള ആൾക്കാരും ഉണ്ടാവും, ചിലത് തെറ്റെല്ലാം ചെയ്യും. അതെല്ലാം ഞങ്ങളുടെ തലയിൽ വിറ്റ് കെട്ടിവെക്കുന്ന ഒരു പോളിറ്റിക്സ് ചെയ്യുന്നത് കോൺഗ്രസും CPM അല്ലേ? ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും എല്ലാം ആഘോഷിക്കാമെന്നാണ് രാജീവ്ജിയുടെ വാദം. ഈ ഇന്ത്യയിൽ എല്ലാവർക്കും അവരുടെ വിശ്വാസവും അവരുടെ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ എല്ലാവിധ അവകാശമുണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ്. പക്ഷെ നേതാക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ സമ്മതിക്കില്ലെന്ന് അണികൾ. അതായത് നിങ്ങൾ ആഘോഷിക്കണമെന്ന് നേതാക്കൾ തടയുമെന്ന് അണികൾ. ഇത് എന്ത് തരം മതസൗഹാർദ്ദമാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. BJPയിലെ ക്രിസ്ത്യൻ നേതാക്കൾ പക്ഷേ ചില സത്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏത്? സൂക്ഷിച്ച് കരോള് നടത്തിയില്ലെങ്കിൽ അടി കിട്ടുമെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. പള്ളി അറിഞ്ഞ് കരോള് നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, നല്ല അടി കിട്ടും. പാലക്കാട് കുറച്ച് കുട്ടികൾ കരോൾ നടത്തിയത് BJP RSS പ്രവർത്തകർ തടഞ്ഞ സംഭവത്തെക്കുറിച്ചാണ് ഷോൺ ജോർജിന്റെ ഈ പ്രതികരണം. കൊച്ചുകുട്ടികൾ മദ്യപിച്ചാണ് കരോൾ നടത്തിയത് എന്നൊക്കെയാണ് ഷോൺ പറയുന്നത്. മാന്യമല്ലാത്ത കരോൾ, കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ മുഖത്ത് കയറുന്ന കരോൾ ഉണ്ടെങ്കിൽ ആ ജയിലിൽ കയറുന്ന വീട്ടുകാർ തന്നെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ. BJPയുടെ ഈ ഇരട്ടത്താപ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദീപികയുടെ ക്രിസ്മസ് ദിനത്തിലെ മുഖപ്രസംഗം. BJP നേതാക്കളെ നേരിട്ട് തന്നെ ദീപിക വിമർശിക്കുന്നുണ്ട്. ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും പോലുള്ള ക്രൈസ്തവ BJP നേതാക്കളെയും ദീപിക പരോക്ഷമായി അതേസമയം കടുത്ത വാക്കുകളിൽ വിമർശിക്കുകയാണ്. ആ മുഖപ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം വായിക്കാം. വിദ്വേഷ സംഘങ്ങൾക്കും വെളിച്ചമാകട്ടെ ക്രിസ്മസ് എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം. അത് വായിക്കാം. മുഖപ്രസംഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാതിരാ കുർബാന കഴിഞ്ഞു. എത്ര നാളുകൾക്ക് ശേഷമാണ് ഇത്ര മഞ്ഞു പൊഴിയുന്ന ക്രിസ്മസ് രാത്രിയിലൂടെ നാം നടന്നത്. സ്വർഗം സകല ജനങ്ങളോടും സമാധാനം ആശംസിച്ചതിൻ്റെ, ഒരു കന്നുകാലിപ്പുര കൊട്ടാരങ്ങളെ ഭയപ്പെടുത്തിയതിൻ്റെ, ദരിദ്രനും ദളിതനും ആദിവാസിക്കും സത്രം നിഷേധിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകപ്പെട്ടതിൻ്റെ, എവിടെയാണ് പിറവിയെന്ന് കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും ഭരണകൂടങ്ങൾ അതിൻ്റെ സംഘങ്ങളെയും പരിവാരങ്ങളെയും അയച്ചതിൻ്റെ ഓർമ്മ കൂടിയാണ് ഇന്ന്. അവയൊക്കെ ആവർത്തിക്കപ്പെടുമ്പോഴും ജ്ഞാനികളായ രാജാക്കന്മാരും നിഷ്കളങ്കരായ ആട്ടിടയന്മാരും ഉൾപ്പെടെ കോടാനുകോടി മനുഷ്യർ രക്ഷകനെ കാണാൻ മണ്ണിലെ പുൽക്കൂടും വിണ്ണിലെ നക്ഷത്രവും തിരയുന്നു. വേട്ടയാടലുകളുടെ രാത്രികളിലും അഹിംസകളുടെയും സ്നേഹത്തിൻ്റെയും വഴികാട്ടുന്ന നക്ഷത്രത്തെ മാത്രം പിന്തുടരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാരഗ്രാഫ് ദീപിക തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഒരു പ്രസക്ത ഭാഗം ഇങ്ങനെ പറയുന്നു: അധികാരത്തിൻ്റെ പിൻബലത്തിൽ വെറുപ്പും വിദ്വേഷവും വ്യാപിപ്പിച്ച് ക്രൈസ്തവർക്കെതിരെ തിരിയുന്നത് ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദികളാണ് എങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ്. സമാധാന സന്ദേശം വിളിച്ചോതുന്ന ഒരു കരോൾ ഗാനം പോലും സഹിക്കാൻ അവർക്ക് ആകുന്നില്ല. സ്നേഹ സമ്മാനങ്ങളുടെയും മധുരത്തിൻ്റെയും പങ്കുവയ്ക്കൽ അവർക്ക് കയ്പാണ്. ക്രിസ്മസ് അവധികൾ നിരോധിച്ച് കുട്ടികളെപ്പോലും വെറുപ്പിൻ്റെ ഇരകളാക്കുന്ന BJP നേതാക്കൾ മതേതര ഇന്ത്യക്ക് നൽകുന്ന സന്ദേശം വായിക്കാൻ രാജ്യം വൈകിക്കഴിഞ്ഞു. പ്രാർത്ഥനാമുറികളിലെത്തി സ്ത്രീകളെയും കുട്ടികളെയും അന്ധരെപ്പോലും ആക്രമിക്കുന്നവരുടെ ഹിംസാത്മകതയ്ക്ക് മുന്നിൽ സർക്കാരുകൾ ഓച്ഛാനിച്ച് നിൽക്കുകയാണ്. ഭരണകൂടങ്ങൾ ഭരണഘടനയെ നിർവീര്യമാക്കുമ്പോൾ നിയമവും നീതിപീഠങ്ങളും സഹായിക്കാനെത്തുന്നില്ല.
തങ്ങൾ പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നവരെന്നും മറ്റുള്ളവർ അങ്ങനെ അല്ല എന്നുമുള്ള വ്യാജ ചരിത്രം പടയ്ക്കുന്നവർ രാജ്യത്തെ വീണ്ടും വിഭജിക്കുകയാണ്. അവർ കേരളത്തിലുമെത്തി. കരോൾ ഗാനം പാടുന്നവരെ ആക്രമിക്കുന്ന മതഭ്രാന്തന്മാരെ ന്യായീകരിക്കാനും ആളുകളുണ്ട്, അകത്തും പുറത്തും. അതായത് ക്രിസ്ത്യൻ സമൂഹത്തിനകത്തുമുണ്ട് പുറത്തുമുണ്ട് എന്നാണ് ദീപിക പറയുന്നത്. ഈ അകത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട BJP നേതാക്കളെ തന്നെയാണ്. അതായത് ഷോൺ ജോർജിനെയും അനൂപ് ആൻ്റണിയെയും പോലുള്ളവരെ തന്നെയാണ് ദീപിക സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ദീപിക പറയുന്നത് ക്രിസ്തുവും ക്രിസ്മസും ക്രിസ്ത്യാനികളുടേത് മാത്രമല്ലെന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയ വിധേയർ ക്രൈസ്തവരിലുമുണ്ട് എന്നതിൽ അതിശയോക്തിയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പും മതരാഷ്ട്രീയ ഗൂഢാലോചനക്കാർ കാര്യസാധ്യത്തിന് ആളെ തിരയുന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യരിലായിരുന്നു. ചരിത്രം ആവർത്തിക്കുമ്പോഴും നക്ഷത്രങ്ങളുടെ വഴിയെ സഞ്ചരിക്കുക, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷം അറിയാൻ പ്രതിജ്ഞാബദ്ധരായിരിക്കുക. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ക്രിസ്തു പിറന്നിരിക്കുന്നു. ഇന്ന് ക്രിസ്മസ് ആണ്. സഹസ്രാബ്ദങ്ങൾക്ക് ശേഷവും രാഷ്ട്രീയ മതവേഷം കിട്ടിയ തമോഗർത്തങ്ങൾക്ക് വിഴുങ്ങാനാകാത്ത ലോകത്തിൻ്റെ പ്രകാശത്തിലേക്ക് നടക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം മുന്നോട്ട് പോകുന്നത്. BJPയെയും അവർക്ക് കൂട്ടുപിടിക്കുന്ന സ്വന്തം സമുദായത്തിലുള്ളവരെയും ദീപികയും സഭാംഗങ്ങളും ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്ന് വേണം ഈ മുഖപ്രസംഗത്തിലെ ആ ഊന്നലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ പ്രതിഫലനമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടത്. തൃശ്ശൂരിലടക്കം അതാണ് നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോഴും കാസയൊന്നും, അതായത് BJP അനുകൂല ക്രിസ്ത്യൻ സംഘടനയായ കാസയൊന്നും ഒന്നും പറയുന്നില്ല. മുസ്ലിം വിരോധത്തിൻ്റെ പേരിൽ BJPയെയും മോദിയെയും പിന്തുണയ്ക്കുന്ന ചില ആളുകൾ സംഘപരിവാർ സംഘങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആക്രമണങ്ങളെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ വർഷം നവംബർ വരെ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 700-ലധികം കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. ഈ 706 അല്ലെങ്കിൽ 700 എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ കേസുകളുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം. ഉത്തരാഖണ്ഡിലെ ഒരു പള്ളിയിൽ ഇടിച്ചു കയറിയ ഹിന്ദു സംഘടനാ നേതാവ് സത്യസാധു പള്ളിയിൽ അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണാം. അതിൽ അയാൾ പറയുന്നത് എന്താണ്? ബൈബിളൊന്നും ഇന്ത്യൻ ഗ്രന്ഥമല്ല എന്നാണ്. എന്നാൽ ബഹുരസം എന്തെന്ന് വെച്ചാൽ ഇയാൾ തന്നെ ഇന്ത്യക്കാരനല്ല എന്നുള്ളതാണ്. അതായത് ഈ സത്യസാധു എന്ന അവതാരം അയാൾ ഇന്ത്യക്കാരനല്ല, ഇയാൾ ബംഗ്ലാദേശിയാണ്. മുസ്ലിം എത്തിസ്റ്റായി ആയിരുന്ന ഇയാൾ മതം മാറി ഹിന്ദുത്വ നേതാവായതാണ്. ഇയാളുടെ സ്ഥിരം പണിയാണ് ഇതുപോലുള്ള മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കയറി ബഹളം വയ്ക്കുക, അതിൻ്റെ വീഡിയോ ആക്കി പ്രചരിപ്പിക്കുക. മാർക്കറ്റിംഗ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. അതായത് എവിടെ നിന്നോ വന്നൊരുത്തൻ രാജ്യത്ത് ഹിന്ദുത്വയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അയാൾക്കെതിരെ ഒരു നടപടിയുമില്ല. എന്നാൽ പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി ബംഗ്ലാദേശിൽ നിന്നും മറ്റും ഇന്ത്യയിലെത്തി വർഷങ്ങളായി തൊഴിലെടുത്ത് ഇന്ത്യക്കാരായി ജീവിക്കുന്നു. അവർ മുസ്ലിങ്ങളാണ് എന്നുള്ള പേരിൽ SIRൻ്റെ പേരിൽ അവരെ പുറത്താക്കുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ വർത്തമാനകാല യാഥാർത്ഥ്യം ഇതാണ്. ക്രിമിനലുകൾ വാഴുന്നു, തൊഴിലെടുക്കുന്നവൻ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താകുന്നു. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ വാളയാറിൽ നടന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഛത്തീസ്ഗഡിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ ജോലിയെടുക്കാൻ വന്നയാളെ ബംഗ്ലാദേശി അല്ലേ എന്ന് ചോദിച്ച് തല്ലിക്കൊല്ലുന്നു. അതും കുറച്ച് RSS BJP പ്രവർത്തകരാണ്. ബംഗ്ലാദേശി ആയാൽ ഞങ്ങൾ കൊല്ലും, പക്ഷേ ബംഗ്ലാദേശി ഹിന്ദു നേതാവായാൽ പ്രശ്നമില്ല എന്നതാണ് നയം. ഇതാണ് നാടിൻ്റെ ഇന്നത്തെ അവസ്ഥ. വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എല്ലാവരിലും പേടി നിറയ്ക്കുക, അപരമത വിദ്വേഷം കുത്തി നിറയ്ക്കുക, അവരുടെ ആഘോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ് ഇവരുടെ പരിപാടി എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിലാണ് ഈ സാഹചര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അതായത് പ്രധാനമന്ത്രി എത്ര തവണ ക്രിസ്ത്യൻ പള്ളിയിൽ കയറിയിട്ടും ബൈബിളിൽ മുത്തമിട്ടിട്ടും ക്രിസ്മസ് കേക്ക് വാങ്ങി നൽകിയിട്ടും കാര്യമില്ല. ഈ ഷോകൾ നിർത്തി ചെയ്യേണ്ടത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇന്ത്യയിൽ ഒരുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ്. അതിന് നിങ്ങളുടെ അണികളെ നിലയ്ക്ക് നിർത്തുകയാണ്. നിങ്ങൾ തന്നെ വിളമ്പിയ അപരമത വിദ്വേഷമാണ് അവർ ഈ ആക്രമണങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്നത്. അതിന് അവസാനമുണ്ടാക്കുകയാണ് പ്രധാനമന്ത്രിയെ പോലുള്ളവർ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ ചെയ്യേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.